നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ വൺ ഡയമെൻഷൻ. സത്യത്തിൽ അതൊരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആയിരുന്നു. കാരണം നമുക്ക് കാണാൻ സാധിച്ചു കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 1 ആണ് നമ്മൾ ചെയ്തിട്ടുള്ള കൊളിഷൻ പ്രോസസ്സിൽ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ചും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷനും ന്യൂമറിക്കലി ഈക്വൽ ആയിരുന്നു. ദെർഫോർ ദേ ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. നമ്മൾ വളരെ സിമ്പിളായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇതും ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. വാട്ട് ഇറ്റ് ഫിസിക്കലി മീൻസ്. എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിളായിട്ടുള്ള കേസ്, കൊളിഷന് ശേഷം രണ്ട് ഒബ്ജക്റ്റും ഒരേ വെലോസിറ്റിയിൽ സഞ്ചരിക്കുക. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഞാൻ പറയാം. ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നു ഓഫ് മാസ് m2. ദിസ് ഈസ് റെസ്റ്റ്. m2 മാസുള്ള ബോഡിയാണ്. അതിൻ്റെ വെലോസിറ്റി u2 എന്ന് പറയുന്നത് 0. ഇനീഷ്യലി റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. മറ്റൊരു മാസ് m1, ഇറ്റ് മൂവിങ് വിത്ത് വെലോസിറ്റി u1 വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യുന്നു. m2 എന്ന് പറയുന്ന ഈ ബോഡിയുടെ മുകളിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ കൊളിഷൻ ഈ രണ്ട് ബോഡിയും ഒരു വെലോസിറ്റിയിൽ പോകുന്നു. സേ ക്യാപിറ്റൽ V ഇസ് ദ വെലോസിറ്റി. നോക്കുക, ഈ ബോഡി, ഫസ്റ്റിലെ ബോഡി ഇനീഷ്യലി റെസ്റ്റിലാണ്, മൂവ് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി u1. സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, സോ u2 ഈക്വൽ ടു 0. ഫസ്റ്റ് ബോഡി മൂവ് ചെയ്യുന്നു, സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, u2 ഈക്വൽ ടു 0. ആഫ്റ്റർ ദ കൊളിഷൻ ഈ രണ്ട് ബോഡികളും, m1 മാസുള്ള ഈ ബോഡിയും m2 മാസുള്ള ഈ ബോഡിയും ഒരേ വെലോസിറ്റിയിൽ പോകുന്നു. രണ്ടും ഒരേ വെലോസിറ്റിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ റിലേറ്റീവ് വെലോസിറ്റി ഇല്ലല്ലോ. സോ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0 ആണ്. അതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനാണ്. ഈ കേസിൽ എനർജി കൺസേർവ് ചെയ്യില്ല എന്ന് ഓട്ടോമാറ്റിക്കലി കാണാൻ സാധിക്കും. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് കേസ്. ഈ കേസിൽ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഒരു ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ മൊമെൻറ്റം കൺസേർവ് ചെയ്യപ്പെടാം, പക്ഷെ എന്ത് കൺസേർവ് ചെയ്യില്ല? എനർജി കൺസേർവ് ചെയ്യില്ല. സം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി, ഐ എം ടോക്കിംഗ് അബൌട്ട് കൈനറ്റിക് എനർജി, നോട്ട് എനർജി. കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യുന്നില്ല. സം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി വിൽ ബി ലോസ്റ്റ്. അത് നഷ്ടപ്പെട്ടു പോവാം. അത് സൗണ്ടായിട്ടോ ലൈറ്റായിട്ടോ മറ്റേതെങ്കിലും ഫോം ഓഫ് എനർജി ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. അതാണ് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം m1 ഇൻറ്റു u1, ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം. സെക്കൻഡ് ബോഡിയുടെ മൊമെൻറ്റോ m2 ഇൻറ്റു u2 എന്ന് പറയുന്നത് 0 ആണ്. സെക്കൻഡ് ബോഡിക്ക് വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബോഡിക്ക് ആക്ച്വലി മൊമെൻറ്റം ഇല്ല. ഇനി അപ്പുറത്ത് കൊളിഷന് ശേഷം ഫസ്റ്റ് ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി ക്യാപിറ്റൽ V, സെക്കൻഡ് ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നതും ക്യാപിറ്റൽ V ആണ്. സോ ഇതാണ് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. കൊളിഷന് ശേഷം ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം ഇതാണ്, സെക്കൻഡ് ബോഡിയുടെ മൊമെൻറ്റം ഇതാണ്. സോ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് mv പ്ലസ് m2v ആണ്. ആൻഡ് ദീസ് ആർ ന്യൂമറിക്കലി ഈക്വൽ. ഫസ്റ്റ് ബോഡി 0, സെക്കൻഡ് ബോഡീസിന് ഇങ്ങനെ എഴുതി. സോ ഐ ക്യാൻ റൈറ്റ് m1 u1 is equal to m1 പ്ലസ് m2 ഇൻറ്റു v. കാരണം v കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ദെർഫോർ v is equal to നമുക്ക് കിട്ടി m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് കിട്ടി. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ് ബോഡിയും സെക്കൻഡ് ബോഡിയും കൊളിഷന് ശേഷം ഏത് വെലോസിറ്റിയിലാണ് പോകുന്നതെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടൊരു കേസ് എടുത്തിട്ടാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻ വിച്ച് സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, ഫസ്റ്റ് ബോഡി സെക്കൻഡ് ബോഡിയുടെ മുകളിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു, എന്നിട്ട് രണ്ടും ഒരേ വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു. മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം പ്ലസ് സെക്കൻഡ് ബോഡിയുടെ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ സി ഈക്വൽ ടു ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം പ്ലസ് സെക്കൻഡ് ബോഡിയുടെ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ എഴുതുന്നു. അതിൽ v കോമൺ ആയിട്ട് എടുക്കുന്നു. v ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ നമ്മളിവിടെ എഴുതുന്നു. സോ v is equal to m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ് കിട്ടുന്നത്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഈസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി? k ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇനീഷ്യലി ഫസ്റ്റ് ബോഡി മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് m1 u1 സ്ക്വയർ. സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, അതുകൊണ്ട് സെക്കൻഡ് ബോഡിയുടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഫസ്റ്റ് ബോഡി
മാത്രമാണ് മൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. വാട്ട് അബൌട്ട് ദ ഫൈനൽ കൈനറ്റിക് എനർജി? കെ ഫൈനൽ ഇതെത്രയായിരിക്കും? ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി എത്രയാണ്. കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി v, സെക്കൻഡ് ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും v ആണ്. രണ്ടും ഒരു വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി ഹാഫ് m1v² പ്ലസ് സെക്കൻഡ് ബോഡിയുടെ കൈനറ്റിക് എനർജി ഹാഫ് m2 ഇൻറ്റു v². ഫസ്റ്റ് ബോഡിയുടേത് ഹാഫ് m1v² പ്ലസ് ഹാഫ് m2 v². കോമൺ ആണ്. സോ ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു v². ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു v² എന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നു. സോ ദിസ് ഇസ് കെ ഫൈനൽ. ഇത് വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാം. v നമുക്കറിയാം. v എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ്. വേണമെങ്കിൽ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 m1 പ്ലസ് m2 ഇൻറ്റു v എന്ന് പറഞ്ഞാൽ m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ മുകളിൽ സ്ക്വയർ ചെയ്യുമ്പം m² u1² എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ, ഒറ്റയടിക്ക് സ്ക്വയർ ചെയ്യാണ്. ആക്ച്വലി m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നുള്ളതിനെയാണ് സ്ക്വയർ ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ സ്ക്വയർ ചെയ്യുമ്പം m1² u1² ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ മുകളിൽ m1 പ്ലസ് m2 ഉണ്ട്, ഇവിടെ m1 പ്ലസ് m2 ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട് താഴെ, ഒന്ന് ക്യാൻസൽ ചെയ്യുന്നു. സോ നമുക്ക് ഫൈനൽ കൈനറ്റിക് എനർജി കിട്ടുന്നത് m1² u1² ഡിവൈഡഡ് ബൈ 2 m1 പ്ലസ് m2. ഞാൻ ഒരുമിച്ച് എഴുതുകയാണേ. ന്യൂമറേറ്ററിൽ m1² u1² അത് എഴുതി. ഡിനോമിനേറ്ററിൽ വരുന്ന ഈ 2 ഡിനോമിനേറ്ററിലാണ്. പിന്നെ m1 പ്ലസ് m2 ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ 2m1 പ്ലസ് m2 എന്നാണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ ഫൈനൽ കൈനറ്റിക് എനർജി. നൗ യു ജസ്റ്റ് ഫൈൻഡ് വാട്ട് ഈസ് k initial മൈനസ് k final. k initial മൈനസ് k final എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി? റിമെമ്പർ ദാറ്റ് ഇതൊരു ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ കൊളിഷന് മുമ്പെയുള്ള ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും കൊളിഷന് ശേഷമുള്ള ഇനീഷ്യൽ ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഈ ഡിഫറൻസ് 0 ആയിരിക്കും. ഏതിൽ? ഇലാസ്റ്റിക് കൊളിഷൻ നടക്കുമ്പോൾ. ശരിയല്ലേ? ഒരു ഇലാസ്റ്റിക് കൊളിഷനാണ് ഇവിടെ നടന്നിരുന്നത് എങ്കിൽ കൊളിഷന് മുമ്പെയുള്ള ടോട്ടൽ കൈനറ്റിക് എനർജിയും ദാറ്റ് ഈസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, കൊളിഷന് ശേഷമുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഫൈനൽ കൈനറ്റിക് എനർജി, ദീസ് ടു തിങ്സ് ഷുഡ് ബി ഈക്വൽ. ദെർഫോർ ദ ഡിഫറൻസ് ഇസ് 0. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ളത് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു ഇൻഇലാസ്റ്റിക് കൊളിഷനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും 0 അല്ല. എന്താ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഡിഫറൻസ് കാണാനായിട്ട് ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുന്നത് ഈ ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ 1/2 m1 u1² മൈനസ് അല്ലേ, 1/2 m1 u1² മൈനസ് ഇത് m1² u1² ഡിവൈഡഡ് ബൈ 2m1 പ്ലസ് m2 2m1 പ്ലസ് m2 എന്നാണ് നമുക്ക് കിട്ടുക. ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ. ഇപ്പോൾ ഈ 1/2 നമുക്ക് എളുപ്പത്തിൽ മനസ്സിൽ 1/2 എന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2m1 m2 ഇൻറ്റു m1 u1². ദിസ് ഇസ് ഈക്വൽ ടു 2m1 പ്ലസ് m2 ദാ ഈ ടേം ഇൻറ്റു ദിസ് m1 ഇൻറ്റു u1² മൈനസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 2m1² u1² ഡിവൈഡഡ് ബൈ അല്ലേ 2 ഇൻറ്റു m1² u1² ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ദറ്റ് ഈസ് 4m1 പ്ലസ് m2 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. 2m1 പ്ലസ് m2 ഇൻറ്റു m1 u1² ചെയ്തു. പിന്നെ 2 ഇൻറ്റു m1² u1² ചെയ്തു. കണ്ടോ? ചെയ്തു. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ദറ്റ് ഈസ് 4m1 പ്ലസ് m2 ചെയ്തു. ഞാൻ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. m1 ഇൻറ്റു m1² കിട്ടിയോ? നോക്കടാ. m1 ഇൻറ്റു m1² ഇൻറ്റു u1². പിന്നെ ഒരു 2 കൂടെ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുന്നത് 2 ഇൻറ്റു m1² u1². ഇതാ 2 ഇൻറ്റു m1 ഇൻറ്റു m1 u1. സോ 2m1² u1². പിന്നെ രണ്ടാമത്തെ ടേമിൽ 2m2 m1 u1² പ്ലസ്
M2 M1 എന്ന് എഴുതാം, M1 M2 എന്ന് എഴുതാം, u1 സ്ക്വയർ. ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കുക, അതൊന്നും വലിയ പാടുള്ളതല്ല. 2 × M2 × M1 × u1 സ്ക്വയർ. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക, രണ്ട് സൈഡിൽ നിന്നുണ്ടേ, അതുകൊണ്ടാണ്. ഇവിടുന്ന് ഇങ്ങോട്ടും ഗുണിക്കണം, ഇവിടുന്ന് ഇങ്ങോട്ടും ഗുണിക്കണം. അപ്പോൾ 2 M1 M2 u1 സ്ക്വയർ മൈനസ് 2 M1 സ്ക്വയർ u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാസ്റ്റ് ടേം, അതിലൊന്നും ചെയ്യാനില്ല, ലാസ്റ്റ് ടേം അതുപോലെ തന്നെ എഴുതി. 2 M1 സ്ക്വയർ u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × M1 + M2 എന്ന് കിട്ടി. അതിൽ നോക്കൂ, 2 M1 u1 സ്ക്വയറും 2 M1 u1 സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ദെൻ ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ 2 M1 M2 u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 M1 + M2. ശരിയല്ലേ? 2 M1 M2 u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × M1 + M2 എന്ന് കിട്ടും. വേണമെങ്കിൽ ഈ 2 4 വെട്ടിയിട്ട് 2 താഴെ എഴുതാം, ഡിനോമിനേറ്ററിൽ 2 എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് M1 M2 u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × M1 + M2 എന്നാണ് കിട്ടുക. ദിസ് ഇസ് എ റിസൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് നോക്കൂ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി. ഇതാണ് നമ്മൾ ചെയ്തത്. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി എന്നുള്ളത് M1 M2 u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × M1 + M2 എന്നാണ് നമുക്ക് കിട്ടിയത്. ദിസ് ഇസ് നോട്ട് 0. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 0 അല്ല കിട്ടുന്നത്. 0 അല്ല എന്ന് മാത്രമല്ല, ഇതൊരു പോസിറ്റീവ് നമ്പറാണ്. നോക്കൂ, M1 M2 അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. u1 ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പക്ഷേ u1ൻ്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ അല്ലേ, u1 സ്ക്വയർ. It is a positive number. So M1 M2 u1 square is a full positive number. 2 M1 + M2 denominator is a positive number. അതായത് K ഇനീഷ്യൽ മൈനസ് K ഫൈനൽ, ഈ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്കൊരു പോസിറ്റീവ് നമ്പർ കിട്ടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് വലുതും ഇത് ചെറുതുമായിരിക്കും. അതുകൊണ്ട് വലുതെന്ന് ചെറുത് കുറയ്ക്കുമ്പോഴല്ലേ നമുക്ക് പോസിറ്റീവ് കിട്ടുക. സപ്പോസ് ദിസ് ഇസ് സ്മോൾ ആൻഡ് ദിസ് ഇസ് ലാർജ്, ഒരു ഡിഫറൻസ് എടുത്താൽ എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് നമ്പർ അല്ലേ. 2ൽ നിന്ന് 5 കുറച്ചാൽ -3 കിട്ടില്ലേ? 2ൽ നിന്ന് 5 കുറച്ചാൽ -3 കിട്ടുന്നത്. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറുതാണ് കുറയ്ക്കുന്നതെങ്കിൽ പോസിറ്റീവ് നമ്പറും, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയാണ് കുറയ്ക്കുന്നതെങ്കിൽ നെഗറ്റീവ് നമ്പറാണ് കിട്ടുക. ഇവിടെ ഇനീഷ്യൽ മൈനസ് ഫൈനൽ എന്നാണ് നമ്മൾ എടുത്തത്. സോ ഇനീഷ്യൽ മൈനസ് ഫൈനൽ എടുക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് നമ്പർ കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ K ഇനീഷ്യൽ is greater than K final. K ഇനീഷ്യലും K ഫൈനൽ എടുക്കുമ്പോൾ K ഇനീഷ്യലാണ് വലുത്, K ഫൈനൽ ചെറുതാണ്, ഇറ്റ് ഈസ് ലെസ്, കുറവാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഫൈനൽ. തിരിച്ചു പറയാം, ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം, ദ ബോഡി ഇസ് ഓൾവേസ് ലെസ് ദാൻ ഇനീഷ്യൽ. അതായത് ഇനീഷ്യൽ നിങ്ങൾക്ക് ഒരു 100 ജൂൾ ഉണ്ടെങ്കിൽ എന്നെക്കാളും കുറവായിരിക്കും കൊളിഷന് ശേഷം വരിക. അതിൻ്റെ അർത്ഥം സം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ഇസ് ലോസ്റ്റ്. അത് കൃത്യമായി തെളിയിക്കപ്പെട്ടു. സോ ഇൻഇലാസ്റ്റിക് കൊളിഷൻ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, പക്ഷെ ഓട്ടോമാറ്റിക്കലി എന്ത് കൺസേർവ് ചെയ്യുന്നില്ല? കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യുന്നില്ല. ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ കൈനറ്റിക് എനർജി ഈസ് നോട്ട് സെയിം. The initial kinetic energy is always greater than the final, from which we can conclude that some amount of kinetic energy is lost during a perfectly inelastic collision. എങ്ങനെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, സൗണ്ട് എനർജി ആയിട്ടോ മറ്റേതെങ്കിലും ഫോം ഓഫ് എനർജി ആയിട്ട് ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും ക്ലിയർ ആണ്. ദിസ് ഇസ് എ മാത്തമാറ്റിക്കൽ പ്രൂഫ്, വെറുതെ വായുകൊണ്ട് പറയുന്നതല്ല, കൃത്യമായി മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് തെളിയിച്ച് കാണിച്ചു തരുന്നു. During the inelastic collision, perfectly inelastic collision, some amount of kinetic energy is lost, and initial kinetic energy is always greater than the final kinetic energy. Okay, അവസാനമായി ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 2 dimension. 2 dimension എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ 1 dimension കേസിൽ ഇലാസ്റ്റിക് കൊളിഷനും ഇൻഇലാസ്റ്റിക് കൊളിഷനും ഡിസ്കസ് ചെയ്തു. 1 dimension കേസിൽ ഇലാസ്റ്റിക് കൊളിഷൻ ഡിസ്കസ് ചെയ്തു, ഇൻഇലാസ്റ്റിക് കൊളിഷനും ഡിസ്കസ് ചെയ്തു. 2 dimension കേസിൽ എങ്ങനെയാണ് ഇലാസ്റ്റിക് കൊളിഷൻ വരുന്നത് നോക്കാം. സോ ലെറ്റ് us ഡിസ്കസ് ദ ഇലാസ്റ്റിക് കൊളിഷൻസ് ഇൻ 2 dimension. ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 2 dimension.
അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിമ്പിൾ കേസ് കൺസിഡർ ചെയ്യുന്നു. ഒരു ബോഡി ഓഫ് മാസ് m2, ദിസ് ഇസ് അറ്റ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. അതിൻ്റെ u2 എന്ന് പറയുന്നത് 0 ആണ്. സോ ദിസ് ബോഡി ഈസ് ഇനീഷ്യലി റെസ്റ്റ്. മറ്റൊരു ബോഡി വന്നിട്ട് ഓഫ് മാസ് m1 u1 വെലോസിറ്റിയിൽ വരുന്നു. ഈ ബോഡിയുമായി കൊളിഷൻ നടത്തുന്നു, വെച്ചാൽ ഇടിക്കുന്നു. ഇടിച്ചതിന് ശേഷം ഇത് അതേ പാതയിലല്ല പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോ, മുമ്പത്തെ കേസിൽ കൊളിഷന് ശേഷവും കൊളിഷന് മുമ്പും ഒരേ ഡിറക്ഷനിലാണ് പോയിരുന്നത്. പക്ഷെ കൊളിഷന് ശേഷം m2 എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകുന്നു വിത്ത് വെലോസിറ്റി. ഇതാ m2 ഇങ്ങനെ പോകുന്നു. ഇത് m2 എന്ന് വിചാരിച്ചോളൂ. വിത്ത് വെലോസിറ്റി v2. m1 എന്ന് പറയുന്ന ബോഡി ഇങ്ങോട്ട് പോകുന്നു വിത്ത് വെലോസിറ്റി v1 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് വന്ന് ഇതിനെ ഇടിച്ചിട്ടേ m1 താഴത്തേക്ക് പോയി. 2 ഡയമെൻഷനലി മൂവ് ചെയ്യാണ്, 1 ഡയമെൻഷനലി അല്ല. ഇങ്ങോട്ട് പോകുന്നു, മറ്റേത് അങ്ങോട്ട് പോകുന്നു. മനസ്സിലായോ? അപ്പോൾ അത് ഇനീഷ്യൽ ആക്സസുമായിട്ട്, ഇതാണ് ഇനീഷ്യൽ ആക്സസ്. ഇതുമായിട്ട് ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ θ2, ഈ ആംഗിൾ θ1. ഇനീഷ്യൽ ആക്സസുമായിട്ട് ഈ m1 v1 ഉണ്ടാക്കുന്ന ആംഗിൾ θ1, ഇനീഷ്യൽ ആക്സസുമായിട്ട് m2 v2 ഉണ്ടാക്കുന്നത് θ2. ഇതാണ് ഒരു 2 ഡയമെൻഷനലിയുള്ള കൊളീഷൻ. ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് കേസായിട്ടാണ് ഞാൻ ഈ ബോഡിയുടെ ഇത് 0 ആക്കിയെടുത്തത്. എന്നാൽ പിന്നെ മറ്റാൾ ഒന്ന് ഇടിച്ചാൽ മതിയല്ലോ. രണ്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഒരാൾ റെസ്റ്റിൽ നിന്നിട്ട് മറ്റാൾ വന്ന് തട്ടുന്നു, രണ്ട് ഡിറക്ഷനിൽ പോകുന്നു. ബില്ലിയാർഡ് ബോൾസുകൾ കണ്ടിട്ടില്ലേ? വലിയ ടേബിളിൽ കുറേ ബോൾസുകൾ ഇട്ടിട്ട് മറ്റേ കോല് കൊണ്ട് കുത്തുന്ന കളി, ബില്ലിയാർഡ് ബോൾസുകളുടെ. അപ്പോൾ ആ ഒരു സന്ദർഭം ആലോചിച്ചാൽ മതി. ഒരു ബോൾ ഇങ്ങനെ നിൽക്കുന്നു, ഒരു ബോൾ വന്നിട്ട് ഇടിക്കുന്നു. ഇടിച്ചതിന് ശേഷം 2 ബോൾ 2 ഡിറക്ഷനിൽ പോകുന്നു. ഇതൊരു ഇലാസ്റ്റിക് കൊളിഷനാണ് ഇവിടെ നടന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഫൈനൽ വെലോസിറ്റീസുകൾ കണ്ടുപിടിക്കാം? അതാണ് ചോദ്യം. 1 ഡയമെൻഷൻ കേസിൽ ഫൈനൽ വെലോസിറ്റീസ് കണ്ടുപിടിച്ചു, v1 v2 കണ്ടുപിടിച്ചു ഇൻ ടേംസ് ഓഫ് m1 ആൻഡ് m2. m1 m2വിൻ്റെ ടേംസിൽ നമ്മൾ v1 v2 കണ്ടുപിടിച്ചു 1 ഡയമെൻഷൻ കേസിൽ. TDS ആണ്. 2 ഡയമെൻഷൻ കേസിൽ v1 v2 നമ്മൾ കണ്ടുപിടിക്കുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കുക. അതിന് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ഇതൊരു ഇലാസ്റ്റിക് കൊളിഷനാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ കൺസർവേഷനും മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷനും നമുക്ക് അപ്ലൈ ചെയ്യാം. ബിക്കോസ് ദീസ് ആർ ദ ഇൻപുട്സ്. ഇതൊരു ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്തിരിക്കും ബിഫോർ ആൻഡ് ആഫ്റ്റർ, മൊമെൻറ്റം കൺസേർവ് ചെയ്തിരിക്കും ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതെങ്ങനെയാണ് ചെയ്യണതെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മൊമെൻറ്റം കൺസർവേഷൻ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ മൊമെൻറ്റം, ഇനീഷ്യൽ മൊമെൻറ്റം ഒറ്റ ഒന്നുള്ളൂ, m1 u1. അത് ഈ ഡിറക്ഷനിലാണ്. സോ ഈ ഡിറക്ഷൻ നമുക്ക് എക്സ് ഡിറക്ഷനായിട്ട് ചൂസ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ടേക്കൺ ടു ബി ദ വൈ ഡിറക്ഷൻ. പോസിറ്റീവ് വൈ ഡിറക്ഷൻ മുകളിലേക്ക്, ഇത് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. അപ്പം ഇനീഷ്യലി മൊമെൻറ്റം എക്സ് ഡിറക്ഷനിലേ ഉള്ളൂ, m1 u1 ഫുള്ളി എക്സ് ഡിറക്ഷൻ. ഇയാൾക്ക് മൊമെൻറ്റം ഇല്ല, കാരണം ഇയാൾ റെസ്റ്റിലാണ്. എന്നാൽ കൊളിഷന് ശേഷം ഇതിങ്ങനെയാണ് പോകുന്നത്, പ്ലെയിനിലല്ലേ. അപ്പോൾ m2 v2 എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെയാണ്. m2 v2 എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെയാണ്. അത് ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θ2 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പോണൻറ്റ് പറയാൻ പറ്റും. ഹൊറിസോണ്ടൽ ഡിറക്ഷനിലുള്ള മൊമെൻറ്റിൻ്റെ കമ്പോണൻറ്റും പറയാം, വെർട്ടിക്കൽ ഡിറക്ഷനിലുള്ള മൊമെൻറ്റത്തിൻ്റെ കമ്പോണൻറ്റും പറയാം. നിങ്ങൾക്കറിയാം ഒരു വെക്ടറിനെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇവിടെ m2 v2 എന്ന് പറയുന്ന വെക്ടർ ഈ ഡിറക്ഷനിലാണ്. അത് ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θ2 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി m2 v2 cos θ2. m2 v2 cos θ2. അതാണ് ഹൊറിസോണ്ടൽ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ്. വേർട്ടിക്കൽ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി m2 v2 sin θ2. അതാണ് വേർട്ടിക്കൽ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ്. ഇതാണ് ഹൊറിസോണ്ടൽ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ്. ഓക്കെ. അതുപോലെ തന്നെ ഈ വെക്ടർ താഴേക്കാണ്. അപ്പോൾ വെക്ടർ ഞാൻ താഴേക്ക് ഇങ്ങനെ കാണിക്കുന്നു. വാട്ട് ഈസ് ദാറ്റ് വെക്ടർ? m1 v1. മൊമെൻറ്റം വെക്ടറാണ് താഴേക്ക് കാണിക്കുന്നത്. അതിനതുപോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ ഡിറക്ഷനിലൊരു കമ്പോണൻറ്റും വേർട്ടിക്കൽ ഡിറക്ഷനിൽ നമുക്ക് ഒരു കമ്പോണൻറ്റും പറയാനായിട്ട് സാധിക്കും. ഈ ആംഗിൾ ഇറ്റ് ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് θ2. ഹൊറിസോണ്ടൽ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഏതായിരിക്കും? ഇറ്റ് വിൽ ബി m1 v1
കോസ് തീറ്റ 1, താഴേക്കുള്ളത് m2 v2 കോസ് തീറ്റ 2. സോ m2 v2 കോസ് തീറ്റ 2 താഴേക്ക്, m1 v1 കോസ് തീറ്റ 1 ഹൊറിസോണ്ടൽ ഡിറക്ഷനിൽ. അപ്പോൾ ഇതാണ് 2 ഡയമെൻഷനലി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം കൊളിഷന് ശേഷമുള്ള മൊമെൻറ്റങ്ങൾ ഒരു ഡിറക്ഷനിലല്ല, അതിങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിലാണ് നിൽക്കുന്നത് ഇൻ ദ പ്ലെയിൻ. അപ്പോൾ അതിനെ നമ്മൾ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഹൊറിസോണ്ടൽ ഡിറക്ഷനിലും വെർട്ടിക്കൽ ഡിറക്ഷനിലുമുള്ള 2 കമ്പോണൻസുകളായി അവരെ റിസോൾവ് ചെയ്തു. ഇനി മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ പറയുമ്പോൾ 2 ഡിറക്ഷനിലുമുള്ള കൺസർവേഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. 2 ഡിറക്ഷൻ ഉദ്ദേശിക്കുന്നത് എക്സ് ഡിറക്ഷനിലുള്ള കൺസർവേഷൻ സെപ്പറേറ്റ് എഴുതണം, വൈ ഡിറക്ഷനിലുള്ള കൺസർവേഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം along x direction. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അലോങ് എക്സ് ഡിറക്ഷൻ. എക്സ് ഡിറക്ഷനിലുള്ള മൊമെൻറ്റം നോക്കുക. ഇനീഷ്യലി എക്സ് ഡിറക്ഷനിൽ മാത്രമേ മൊമെൻറ്റം ഉള്ളൂ. കണ്ടോ, m1 u1 ഇൻ ദ എക്സ് ഡിറക്ഷൻ. രണ്ടാമത്തെ ആൾക്ക് മൊമെൻറ്റം ഇല്ല, അതുകൊണ്ട് എഴുതുന്നില്ല. അപ്പം ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഇൻ ദ എക്സ് ഡിറക്ഷൻ. എക്സ് ഡിറക്ഷനിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റ് എത്രയും നോക്കുക. ഇറ്റ് ഈസ് m1 u1, ഇറ്റ്സ് ഇനഫ്, അത് മാത്രമേ ഉള്ളൂ, m2 u2 ഇല്ല. So this is equal to what is the total linear momentum after collision in the x direction. X direction കണ്ടോ m2 u2 cos theta 2, m1 v1 cos theta 1. ഈ 2 മൊമെൻറ്റവുമാണ് എക്സ് ഡിറക്ഷനിലുള്ളത്. 2 ഒരേ ഡിറക്ഷനിലുമാണ്. അപ്പോൾ ജസ്റ്റ് അങ്ങ് കൂട്ടി എഴുതിയാൽ മതി അല്ലേ. ഈ മൊമെൻറ്റം നോക്കൂ, m1 v1 cos theta 1 ഈ ഡിറക്ഷനിൽ, m2 v2 cos theta 2 അതേ ഡിറക്ഷനിൽ. സോ 2 ഒരു ഡിറക്ഷനിലാണ്. യു ജസ്റ്റ് ആഡ് ഇറ്റ്. സോ m1 v1 cos theta 1 പ്ലസ് m2 v2 cos theta 2. So ഇതാണ് momentum in the x direction after collision, and this is taken to be equation number 1. Okay, this is the total linear momentum after collision in the x direction. Okay, ഇനി total conservation of linear momentum along y direction. Conservation of linear momentum along y direction. Conservation of linear momentum along y direction. Y directionലുള്ള ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? വൈ ഡിറക്ഷനിൽ മൊമെൻറ്റം ഉണ്ടോ നോക്കുക. ബിഫോർ കൊളിഷന് മുമ്പ് വൈ ഡിറക്ഷനിൽ മൊമെൻറ്റം ഉണ്ടോ? ഇല്ല. കാരണം ഈ ബോഡി മൂവ് ചെയ്യുന്നത് എക്സ് ഡിറക്ഷനിലാണ്. സോ ദർ ഇസ് നോ മൊമെൻറ്റം ഇൻ ദ വൈ. ഇനീഷ്യലി വൈ ഡിറക്ഷനിൽ മൊമെൻറ്റം ഇല്ല. സോ ഇനീഷ്യൽ മൊമെൻറ്റം 0 ബിഫോർ കൊളിഷൻ. എന്നാൽ കൊളിഷന് ശേഷം വൈ ഡിറക്ഷനിലുണ്ട്. ഒന്ന് മുകളിലേക്കാണ്, ഒന്ന് താഴേക്കാണ്. m2 v2 sin theta 2 മുകളിലേക്കാണ്, m1 v1 sin theta 2 താഴേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒന്നിന്ന് മറ്റേ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. കാരണം ഒന്ന് മുകളിലേക്ക് താഴത്തേക്ക് വന്നാൽ ഒന്നിന്ന് മറ്റൊന്ന് സബ്ട്രാക്ട് ചെയ്യുക. വലുത് ഏതാ ചെറുത് ഏതാ നമുക്കറിയില്ല. We just take the subtract sign. So n2 v2 sin theta 2 minus m1 v1 sin theta 1 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. So this is law of conservation of linear momentum in the y direction. Y directionലുള്ള law of conservation of linear momentum ഇങ്ങനെയാണ്. പോസിറ്റീവ് ഡിറക്ഷനിൽ ഉള്ളത് മുകളിലേക്കുള്ളത് പോസിറ്റീവായിട്ട്, താഴേക്കുള്ളത് നെഗറ്റീവായിട്ട് എടുത്തു. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചു, അല്ലെങ്കിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് കുറച്ചു. അത്ര ആലോചിച്ചാൽ മതി. ബിഫോർ കൊളിഷൻ ഇല്ല, കൊളിഷന് മുമ്പ് ഇല്ല, 0 ആണ്. ആഫ്റ്റർ കൊളിഷനാണുള്ളത്, അത് മുകളിലേക്കും താഴത്തേക്കായിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് വരുന്ന മാറ്റം. ഈ മൊമെൻറ്റം കൺസർവേഷൻ നമ്മൾ 2 ഡയമെൻഷനലി എഴുതുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ശ്രദ്ധിക്കണം. കാരണം മൊമെൻറ്റം ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ കൺസർവേഷൻ എഴുതുമ്പം സ്പെസിഫൈഡ് ഡിറക്ഷൻസിലാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ 2 ഡയമെൻഷൻ കേസ് ആയതുകൊണ്ട് എക്സ് ഡിറക്ഷനും വൈ ഡിറക്ഷനുമാണുള്ളത്. അതുകൊണ്ട് എക്സ് ഡിറക്ഷനിലുള്ള മൊമെൻറ്റം പ്രത്യേകം എഴുതി, വൈ ഡിറക്ഷനിലുള്ള മൊമെൻറ്റം പ്രത്യേകം എഴുതി. എന്നിട്ട് കൺസർവേഷൻ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. നൗ കൺസർവേഷൻ ഓഫ് എനർജി, കൈനറ്റിക് എനർജി. അപ്പോൾ നോക്കൂ,
conservation of kinetic energy. So this is equation number 1 and 2 എഴുതി kinetic energy. kinetic energyയുടെ കേസിൽ നമ്മൾ ഇത്ര പേടിക്കണ്ട, കാരണം kinetic energy is a scalar quantity. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എക്സിലും വൈയിലും പ്രത്യേകം എഴുതേണ്ട കാര്യമില്ല, സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇത് വെക്റ്റർ ആയതുകൊണ്ടാണ്, കാരണം ഡിറക്ഷനും കൂടെ കൺസിഡർ ചെയ്ത് ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ എക്സിലും വൈയിലും സെപ്പറേറ്റഡ് ആയിട്ട് എഴുതിയത്. പക്ഷേ കൈനറ്റിക് എനർജി ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് നമ്മളിത് ഓരോ ഡിറക്ഷനിലും സെപ്പറേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എഴുതിയാൽ മതി. ഇനീഷ്യലി ഫസ്റ്റ് ബോഡി മൂവ് ചെയ്യുന്നത് u1 വെലോസിറ്റിയിലാണ്. സോ 1/2 m1 u1 സ്ക്വയർ, ദാറ്റ് ഈസ് ഫസ്റ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി. m1 u1 സ്ക്വയർ ഫസ്റ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി. കൊളിഷന് ശേഷം m2 മൂവ് ചെയ്യുന്നത് v2 വെലോസിറ്റിയിൽ, m1 മൂവ് ചെയ്യുന്നത് v1 വെലോസിറ്റിയിൽ. സോ കൊളിഷന് ശേഷം 1/2 m1 v1 സ്ക്വയർ പ്ലസ് 1/2 m2 v2 സ്ക്വയർ എന്നാണ് വരിക. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട കാര്യം ഇല്ല, കാരണം ഇത് കൈനറ്റിക് എനർജിയാണ്, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഫസ്റ്റ് ബോഡിയുടെ ബിഫോർ കൊളിഷൻ സെക്കൻഡ് ബോഡിയുടെ കൈനറ്റിക് എനർജി 0 ആണ്, കാരണം സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, അപ്പോൾ അതിൻ്റെ എഴുതുന്നില്ല. ഫസ്റ്റ് ബോഡിക്ക് മാത്രമേ കൈനറ്റിക് എനർജി പറയുന്നുള്ളൂ, അത് m1 u1 ഹാഫ് m1 u1 സ്ക്വയർ ആണ്. കൊളിഷന് ശേഷം ഹാഫ് m2 u2 സ്ക്വയർ ഇയാളുടെ പ്ലസ് ഹാഫ് m1 v1 സ്ക്വയർ ഇയാളുടെ. നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നു. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസുകൾ. ഇത്രയേ ഉള്ളൂ. നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി, കൈനറ്റിക് എനർജി അപ്ലൈ ചെയ്യുന്നു, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അപ്ലൈ ചെയ്യുന്നു, കൃത്യമായിട്ട് എഴുതുന്നു. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം 2 ഡയമെൻഷൻ കേസിലായതുകൊണ്ട് 2 ആയിട്ടാണ് എഴുതിയത്. ഇത് 3Dയിലാണെങ്കിൽ എന്തായിരിക്കും? എലോങ് എക്സ് ഡിറക്ഷൻ, എലോങ് വൈ ഡിറക്ഷൻ, എലോങ് സെഡ് ഡിറക്ഷൻ, 3 കമ്പോണൻസ് ആയിട്ട് എഴുതേണ്ടി വരും. മനസ്സിലായോ? ഇത് 3 ഡയമെൻഷൻ കേസിലാണ് ഉള്ള കൊളിഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എക്സ് ഡിറക്ഷനിലുള്ള മൊമെൻറ്റം, വൈ ഡിറക്ഷനിലുള്ള മൊമെൻറ്റം, സെഡ് ഡിറക്ഷനിലുള്ള മൊമെൻറ്റം, അങ്ങനെ 3 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും. പക്ഷേ കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ തന്നെയായിരിക്കും വരിക. ഇറ്റ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻപുട്ട്, ദാറ്റ് ഈസ് ഇക്വേഷൻ 1, 2, 3 ഇൻപുട്ട്സ്. ഇതാണ് ഇൻപുട്ടുകൾ. ഇത് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ v1 v2 കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 4 അൺനോൺ ക്വാണ്ടിറ്റികളുണ്ട്. അതായത് v1 v2 θ1 θ2 4 അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ്. ഒന്ന് v1 ആണ്, ഒന്ന് v2 ആണ്, θ1 θ2 4 അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് എത്ര ഇക്വേഷൻസ് ആണുള്ളത്? 3 ഇക്വേഷൻസ് ആണുള്ളത്, 1, 2, 3. അതായത് 4 അൺനോൺ ക്വാണ്ടിറ്റികളും 3 ഇക്വേഷൻസുകളും. ഇതൊരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. മാത്തമാറ്റിക്സിൽ നിർബന്ധമുണ്ട്, എത്ര അൺനോൺ ക്വാണ്ടിറ്റീസ് ഉണ്ടോ അത്ര തന്നെ ഇക്വേഷൻസ് വേണം. അറ്റ്ലീസ്റ്റ് നമുക്ക് 3 അൺനോൺ ക്വാണ്ടിറ്റി ആണുള്ളതെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഇക്വേഷൻ വേണം, എന്നാലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. 4 അൺനോൺ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ മിനിമം നമുക്ക് 4 ഇക്വേഷനെങ്കിലും വേണം. 5 ആയാൽ കുഴപ്പമൊന്നുമില്ല, മിനിമം നമുക്ക് 4 ഇക്വേഷൻസ് എങ്കിലും വേണം. എങ്കിലേ ആ സിസ്റ്റത്തെ, ആ സൊല്യൂഷൻസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യണമെങ്കിൽ എത്ര അൺനോൺ ക്വാണ്ടിറ്റീസ് ഉണ്ടോ അത്ര തന്നെ ഇക്വേഷൻസും ആവശ്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നമുക്ക് 4 അൺനോൺ ക്വാണ്ടിറ്റീസ് ഉണ്ട്. v1 v2 θ1 θ2. വി ഹാവ് 4 അൺനോൺ ക്വാണ്ടിറ്റീസ്, but we have only 3 equations. So you cannot solve mathematically this problem. ഈ പ്രോബ്ലം നമുക്ക് ഒരിക്കലും മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാൻ കഴിയില്ല, അല്ലേ? ഇതൊക്കെ എഴുതി വന്നപ്പോൾ വിചാരിച്ചത് എന്തോ സംഭവിക്കുന്നു. ബട്ട് ദിസ് ഈസ് ദ സർപ്രൈസ് ഓർ സസ്പെൻസ്. യു കനോട്ട് സോൾവ് ദിസ് സിസ്റ്റം കംപ്ലീറ്റ്ലി ബിക്കോസ് യു ഹാവ് 4 അൺനോൺ ക്വാണ്ടിറ്റീസ്, v1 v2 θ1 θ2, ആൻഡ് യു ഹാവ് 3 ഇക്വേഷൻസ്. അപ്പോൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യും? ഇതിലേതെങ്കിലും ഒന്ന് v1 v2 അല്ലെങ്കിൽ θ1 θ2 ഇതിലേതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്യണം. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്യാൻ സാധിച്ചാൽ, അപ്പോൾ പിന്നെ 3 അൺനോൺസ് അല്ലേ ഉള്ളൂ, കാരണം ഒന്ന് മെഷർ ചെയ്തു, ആൻഡ് യു ഹാവ് 3 ഇക്വേഷൻസ്. എങ്കിൽ അങ്ങനെ മാത്രമേ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ യു ഹാവ് 3. ഇപ്പോൾ 4 അൺനോൺസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കുക. അപ്പോൾ ബാക്കി 3 അൺനോൺസുകളാണുള്ളത്, 3 ഇക്വേഷൻസാണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ മാത്തമാറ്റിക്കൽ അനാലിസിസ് നടത്തി യു ക്യാൻ സോൾവ് ഇറ്റ്. സോ ദിസ് ഈസ് ദ ഐഡിയ. ഇതാണ് ഈ സിറ്റുവേഷനിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കുക. ഇത് ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെയാണ് അത് അവസാനിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് മറ്റ് ഹയർ ക്ലാസ്സുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും ഈ ഒരു ഐഡിയ. അതായത് 2 ഡയമെൻഷൻ കൊളിഷൻസ് വരുമ്പം ഈ വെക്റ്റേഴ്സുകൾ നിങ്ങൾ സെപ്പറേറ്റ്ലി റിസോൾവ് ചെയ്തിട്ട് വേണം അനാലിസിസ് നടത്താനായിട്ട്.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് കൊളിഷൻസ്. കൊളിഷൻസിനെ പറ്റി ഇത്രയാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ ആസ് പെർ ദ സിലബസ് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ വർക്ക്, എനർജി ആൻഡ് പവർ. ഇപ്പോൾ വർക്ക്, എനർജി, പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും ഭാഗങ്ങളാണുള്ളത്. വർക്ക് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തു, പല ടൈപ്പ് ഓഫ് വർക്കുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു, ഇക്വേഷൻസുകൾ പറഞ്ഞു തന്നു. ദെൻ വി സ്റ്റഡീഡ് എനർജി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി, എസ്പെഷ്യലി കൈനറ്റിക് എനർജി ആസ് വെൽ ആസ് പൊട്ടൻഷ്യൽ എനർജി, അതെന്താണെന്ന് ഡിഫൈൻ ചെയ്തു. കൺസർവേറ്റീവ് ഫോഴ്സസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറഞ്ഞു. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ദെൻ പവർ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ഫൈനലി വി സ്റ്റഡീഡ് കൊളിഷൻസ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇൻ ദ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ. എല്ലാവരും നന്നായിട്ട് വീഡിയോസുകൾ കാണുക. മനസ്സിലാവാത്ത ഭാഗങ്ങൾ 1-2 തവണ കാണേണ്ടി വരും. പ്രത്യേകിച്ച് കൊളിഷൻസിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കാണണം. അത് പല തവണ എഴുതി നോക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ലാർജ് ഡെറിവേഷൻ, വളരെ ടിഡിയസ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അപ്പോൾ പല തവണ എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാനും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ ക്ലിയർ ആക്കാനും സാധിക്കുകയുള്ളൂ. സോ സ്റ്റഡി വെൽ. താങ്ക് യു.